കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ് അതൊക്കെ പ്രസിഡന്റ് പറയും. മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. അതെ 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 അല്ല, ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ 20-ാം തീയതി വരെ, 20-ാം തീയതി ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്, 20-ാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. അല്ല, അതിനാണല്ലോ പറഞ്ഞത്, അതാണ് പ്രസിഡന്റ് പറയുന്നത്. വേറെന്ത് പറയാനാ? പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അത് ജനങ്ങൾ പ്രതികരിച്ചു ഇത്തവണ. അതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പാലക്കാട് സന്ദീപിനെ പോലെ ഒരു നേതാവ് പാർട്ടിയിൽ നിന്നും പോയത് തിരിച്ചടിയായിട്ടുണ്ട്. യെസ്, അതാണ് വി മുരളീധരൻ പറയുന്നത്. അരുണ, ഈ വിഷയത്തിൽ സുരേന്ദ്രനോട് തന്നെ നിങ്ങൾ ചോദിക്കൂ എന്നതാണ് വി മുരളീധരൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ വിവാദത്തിന് നിൽക്കാത്തതാവാം, അല്ലെങ്കിൽ ചില അതിർത്തികൾ സൂചിപ്പിക്കുന്നതാവാം. ആ തരത്തിലുള്ള ഭിന്നത നേതൃത്വത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ BJP-യിൽ? അങ്ങനെ കരുതണോ? വി മുരളീധരന്റെ പ്രസ്താവന കെ സുരേന്ദ്രനെതിരെയാണ് എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ സുരേന്ദ്രനെതിരെ മുരളീധരൻ രംഗത്തിടയില്ല. പക്ഷേ മറ്റു മറുവിഭാഗം, പ്രത്യേകിച്ച് TK കൃഷ്ണ, ശോഭാ സുരേന്ദ്രൻ വിഭാഗമൊക്കെ ആകാം അത്തരമൊരു വിമർശനവും നീക്കവുമായി മുന്നോട്ട് പോവുക. സുരേന്ദ്രൻ തന്നെയാണ് ഇവിടെ പ്രവർത്തനം നിയന്ത്രിച്ചത് വസ്തുതയാണ്. ആ വസ്തുതയുടെ സഹായവും ഉണ്ടായത്. പക്ഷേ ഇത്രയധികം വലിയൊരു തിരിച്ചടി വന്ന സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് BJP ഗൗരവപൂർവ്വം പരിശോധന നടത്താൻ തന്നെയാണ് സാധ്യത. പാലക്കാട് മറ്റ് BJPക്ക് സ്വാധീനമില്ലാത്ത ഏതെങ്കിലും മണ്ഡലത്തിലായിരുന്നു ഈ ഒരു വലിയ രീതിയിലുള്ള പിന്നോട്ട് പോകെങ്കിൽ അവർ ആ രീതിയിൽ ആ കാര്യങ്ങൾ കാണില്ലായിരുന്നു. പക്ഷേ ഇത്രയധികം സ്വാധീനമുള്ള, വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു മണ്ഡലത്തിൽ അടവുകൾ പിഴച്ചുപോയി. പ്രത്യേകിച്ചും വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വ സമീപനങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അത് കുറച്ച് കൂടിപ്പോയോ, കടന്നുപോയോ എന്നൊരു സംശയം BJPക്കുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം, കൺസോളിഡേഷൻ മണ്ഡലത്തിൽ ഉണ്ടായത്. ഒരു വശത്ത് ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കാനും മുരമ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം. അതുതന്നെയാണ് ഇടതുമുന്നണിക്കും അതുപോലെ BJPക്കും തിരിച്ചടിയായത്. BJP നേതൃത്വത്തിലും അത്തരം സംശയമുണ്ട്. അല്പം കടന്ന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അത് അക്കാര്യങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്തത്. അവിടെ തന്ത്രങ്ങൾ പിഴച്ചുപോയി എന്നൊരു വിമർശനമാണ് BJPയിൽ പൊതുവിൽ ഉയർന്നു വരുന്നത്. ശരി, അരുൺ ഒന്ന് തുടരുക. അരുൺ, ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇത്തവണ പ്രതീക്ഷിച്ച തോൽവിയാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് വോട്ട് ചോർച്ച അതിരൂക്ഷമാണ്. വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായി. അത് CPIയും പരിശോധനയ്ക്ക് ഇടവെക്കുകയാണ്. എന്തുകൊണ്ട് വോട്ട് ചോർന്നു എന്ന വിഷയമാണ്. സത്യൻ മുഖേരിക്കും ഇത് സംബന്ധിച്ച വിമർശനങ്ങളുണ്ട് എന്നാണ് അറിയാനാവുന്നത്. CBI അനുമോദ് ഉണ്ട് വയനാട്ടിൽ നിന്ന്. അനുമോദ്, എന്താണ് വയനാട്ടിൽ സംഭവിച്ചത്? പ്രതീക്ഷിച്ചിരുന്ന സ്ഥലമാണ്, പക്ഷേ അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന ന്യായീകരണമാണോ ഈ വോട്ട് ഷെയർ കുറഞ്ഞതിന് CPI നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്? CPIയെ സംബന്ധിച്ച് ഇതിൽ വലിയ വിമർശനം ഉയരുന്നത് പ്രചരണ സമയത്ത് തന്നെ ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മന്ദീഭവിച്ച തരത്തിലുള്ള പ്രചരണ ശൈലി പല ഭാഗത്തും ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തൽ CPIക്കുണ്ട്. അതായത് എല്ലായിടത്തും, വയനാട്ടിലെ എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷം ഒരേപോലെ ഈ ഒരു പ്രചരണത്തിൽ പങ്കെടുക്കാൻ വിമുഖത കാണിച്ചോ എന്നൊരു ചോദ്യമാണ് CPI ഉയർത്തുന്നത്.
അവിടെ CPI പ്രതീക്ഷിച്ചിരുന്നത് മികച്ച ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 മാസം മുൻപ് ആനിരാജ നേടിയ വോട്ട് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF-നേക്കാൾ ഇടതുപക്ഷത്തെയാണ് തിരിച്ചടി നൽകിയത് എന്ന് വേണം കരുതുവാൻ. അതിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് സ്ത്രീ വോട്ടുകൾ, ഇടതുപക്ഷത്തിന് കാലങ്ങളായി ചെയ്യുന്ന മഹിളാ വോട്ടുകൾ, സ്ത്രീ വോട്ടുകൾ പ്രിയങ്കയ്ക്ക് അനുകൂലമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ടുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. ഒപ്പം തന്നെ ഈ എല്ലാ മണ്ഡലത്തിലും ഈ ഇടത് അനുഭാവികളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാൻ ഇടതുപക്ഷ പ്രവർത്തകർ താല്പര്യം കാണിച്ചില്ല എന്ന ഒരു ചോദ്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണവും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ ആത്മവിമർശനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് വയനാട്ടിലെ ഈ കനത്ത തിരിച്ചടി എന്നാണ് വിലയിരുത്തൽ. അതാണ് CPIയും ഈ വയനാട് തോൽവിയാണെങ്കിൽ കൂടിയും വയനാട്ടിലെ വോട്ട് ചോർച്ച പരിശോധിക്കുകയാണ്. എന്തുകൊണ്ട് വോട്ട് ചോർന്നു എന്ന കാര്യം തുടർ ചർച്ചകൾക്കിട വയ്ക്കുകയാണ്.